ടൂ വീലർ പഠിക്കാൻ പോകുന്നവരുടെ ശ്രദ്ധയ്ക്ക് പിന്നെ എല്ലാവരും പറയും സൈക്കിൾ ബാലൻസ് വേണമെന്ന് കുറേ പേര് പറയും. അങ്ങനെയൊന്നുമില്ല കേട്ടോ. എനിക്ക് സൈക്കിളിൻ്റെ ABCD അറിയില്ല. അത് ഞാൻ ടൂ വീലർ ഓടിക്കുന്നത്. അപ്പോൾ ആർക്ക് വേണമെങ്കിലും ടൂ വീലർ ഓടിക്കാം കേട്ടോ. നിങ്ങളതുപോലെ വിചാരിക്കും നിങ്ങളെ വീട്ടിലുള്ളവരെ കൊണ്ട് നിങ്ങളെ പഠിപ്പിക്കാൻ പറ്റും, അവർ പഠിപ്പിച്ച് തരുമെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഡ്രൈവിംഗ് സ്കൂളിൽ പോയിക്കോ കേട്ടോ. അവിടെ നല്ലോണം പഠിപ്പിച്ച് തന്നെ 2 ദിവസം തന്നെ ക്ലാസ് ചെല്ലുമ്പോൾ തന്നെ നിങ്ങൾ വിചാരിക്കും അയ്യോ ഇത്രയേ ഉള്ളൂ എന്നൊക്കെ ചിന്തിക്കും. അപ്പോൾ വലിയ പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. പോയി പഠിക്കണം. നിങ്ങളൊക്കെ വയസ്സായി കഴിഞ്ഞാൽ നിങ്ങളുടെ കുട്ടികളൊക്കെ പുറത്തൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് സാധനങ്ങൾ ആരാ വാങ്ങിക്കൊണ്ട് തരില്ല, നിങ്ങൾ തന്നെ പോകണ്ടേ, ഇറങ്ങണ്ടേ. നിങ്ങളെ ഹസ്ബൻഡ് ഉണ്ടാവാം, ഓക്കെ, മക്കളിപ്പോൾ ഉണ്ടാവും, എല്ലാ കാലം മക്കളുണ്ടാവുമെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. നിങ്ങൾക്കൊന്ന് സിനിമ കാണാൻ പോകണമെങ്കിൽ വയസ്സാകുമ്പോൾ ഇതൊക്കെ തോന്നും. ചിലപ്പോൾ മാറ്റങ്ങൾ വേണം നമുക്ക്. ഒന്ന് സിനിമയ്ക്ക് പോകാനോ ഒന്ന് ബീച്ചിൽ പോയിരിക്കാനോ കുറേ നേരം അങ്ങനെയൊക്കെ തോന്നുകയാണെങ്കിൽ വണ്ടിയൊക്കെ എടുത്തൊരൊറ്റ പോക്ക്. 4 വീലർ ഞാൻ പറയില്ല, നിങ്ങളുടെ ഇഷ്ടം, ഡിപ്പെൻഡാണ് കേട്ടോ. ഓരോരുത്തരുടെ ഇഷ്ടം പോലെ പഠിക്കാം. അപ്പോൾ ഇപ്പോൾ ഇത് കേട്ടിരിക്കുന്ന ചിലപ്പോൾ വയസ്സ്, പിന്നെ അവളുടെ ഒരു 2 വീലറിന് നമ്മുടെ മരുമക്കൾ പഠിച്ചിട്ട് വേണം. നിങ്ങളൊക്കെ ഒന്ന് കിടപ്പിലായാലുണ്ടല്ലോ, മരുമക്കളെയൊക്കെ പഠിപ്പിച്ചില്ലെങ്കിലുണ്ടല്ലോ ആര് സാധനം വാങ്ങിക്കൊണ്ട് തരും? ഒരു ഓട്ടോ വിളിച്ച് എവിടം വരെ പോവും? ഒരു ഓട്ടോ ചാർജ് 1 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ തന്നെ ഒരു 10, 35, 40 രൂപ വരില്ലേ? തിരിച്ചത്ര വരില്ലേ? ഒരു മീൻ വാങ്ങിക്കൊണ്ട് വരുമ്പോൾ മീനിൻ്റെ പൈസ തന്നെ ആയി പൊന്ന്. അച്ചച്ചനും അമ്മച്ചിമാരും അമ്മായിമാരും ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് പറയുകയാണ്. അപ്പോൾ മക്കളെ ഒക്കെ കുടുംബ മഹിമ പെണ്ണുങ്ങളെ പുറത്തിറക്കില്ല, ഇങ്ങനെയൊക്കെ ഉള്ളവരുടെ ശ്രദ്ധയ്ക്ക് വിടുക. പിന്നെ ഒരുവിധമാവുന്നവരൊക്കെ പോയിട്ട് പഠിക്കുക കേട്ടോ. പലരും പറയും നിങ്ങളെ കൊണ്ടൊന്നാവില്ല, നിങ്ങളെ കൊണ്ടോ കാല് കുത്താൻ പോലും പറ്റില്ല പോട് എന്നൊക്കെ പറയും, പറ്റേന്നില്ല എന്നൊക്കെ പറയും. നിങ്ങളതൊന്നും മൈൻഡാക്കണ്ട, പോയി പിന്നെ ടൂ വീലർ പഠിക്കട്ടാ. ടൂ വീലർ പഠിക്ക്. ഈ 8 എന്തിനാണ് പഠിപ്പിക്കണമെന്ന് എനിക്കൊന്നും അറിയില്ല. അത് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. നമ്മൾ 8ആണോ ഓടിച്ചുള്ളൂ റോഡേ പോകണത്? 8ആണോ നമ്മുടെ റോഡെന്നൊക്കെ ചിന്തിക്കാറുണ്ട്. ഇനി എന്ത് ചെയ്യാനാണ്, നമ്മുടെ ഗവൺമെൻറ് സർക്കാർ അങ്ങനെ വെച്ചേക്കുന്നത്. കാലക്രമേണ അതൊക്കെ മാറും. ഈ 8 എന്നുള്ളത് റോഡേ ഓടിച്ച് കൊടുത്താൽ മതിയായിരിക്കും. കുറേ റോഡ് ഓടിച്ച് കഴിയുമ്പോൾ ഓക്കെ ആവുമായിരിക്കും. നിങ്ങളിങ്ങനെ വളഞ്ഞു പോകുന്ന റോഡൊക്കെ ഓടിച്ച് ഓൾറെഡി പഠിക്കുമല്ലോ. അപ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ ടൂ വീലർ ഓടിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പോരും. ഈ 8ൻ്റെ ആവശ്യമാണ്. എന്തായാലും ശരി, നിങ്ങൾ പോയി പഠിക്കും ആദ്യം. അപ്പം നിങ്ങളുടെ വീട്ടിലുള്ള വണ്ടിയൊക്കെ എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ റൗണ്ട് അടിക്കുമ്പോൾ നിങ്ങൾക്ക് 8ഒക്കെ കിട്ടും. നിങ്ങൾ വിചാരിക്കുന്നതാണ് കിട്ടാതിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ടൂ വീലറൊക്കെ പോയി പഠിക്കുക. 4 വീലറും പറ്റുമെങ്കിൽ പോയി എടുക്കുക. ഒന്നിച്ച് ലൈസൻസ് എടുത്താൽ നല്ലത്. അപ്പോൾ ആർക്കും പറ്റാത്തതായിട്ട് പറ്റില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ അതൊരു ഡിസോർഡറാണ്. പറ്റില്ല എന്ന് മനസ്സിനെ പറഞ്ഞ് പേടിക്കുകയാണെങ്കിൽ അപ്പോൾ അതൊരു കോൺഫിഡൻ്റ് ഇല്ല, നമ്മൾ ഒരു ആത്മവിശ്വാസം ഇല്ലാത്തതിന് കാരണം നമ്മുടെ ചുറ്റിനുള്ളവർ, ബന്ധുക്കൾ, ഫ്രണ്ട്സ്, അയൽവാസികൾ. അപ്പോൾ ഇത് 3 പേര് ആരാണോ നമ്മുടെ ആത്മവിശ്വാസം തളർത്തുന്നവർ എന്ന് പറഞ്ഞാൽ ചവിട്ടി അങ്ങ് മാറ്റിക്കണോ. ചവിട്ടാനൊന്നുമല്ല കേട്ടോ, അവരെ ഇഗ്നോർ ചെയ്യുക, അത്രയേ ഉള്ളൂ. ഓക്കെ പറ്റില്ല അല്ലേ, ഓക്കെ എന്ന് പറയുക. ഞാൻ എപ്പോഴും അങ്ങനെയാണ് എൻ്റെ കാര്യത്തിൽ. ഓക്കെ മോളെ ശരി, പറ്റില്ലെങ്കിൽ പറ്റണ്ട എന്ന് പറഞ്ഞ് ഞാനിതാക്കും. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും, ഞാൻ പറ്റുമെന്ന് തെളിയിച്ച് കാണിച്ചു കൊടുക്കും. സൈലൻ്റ് ഈസ് ദ ബെസ്റ്റ് ആൻസർ എന്ന് പറയും. അത്ര തന്നെ.